ആക്കോട് ഗവൺമെൻറ് സ്കൂൾ ഹൈടെക് കെട്ടിട ഉദ്ഘാടനവും 122ാം വാർഷികവും ഏപ്രിൽ 11-ന്. മലബാറിലെ ആദ്യ പ്രൈമറി വിദ്യാലയങ്ങളിലൊന്നായ ആക്കോട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 122ാം വാർഷികവും നിർമ്മാണം പൂർത്തിയായ 1 കോടി രൂപയുടെ ഹൈടെക് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും 2025 ഏപ്രിൽ 11-ന് വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. ആക്കോട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 122ാം വാർഷിക പരിപാടികൾ 2025 ഏപ്രിൽ 11-ാം തീയതി വൈകുന്നേരം ആരംഭിക്കുകയാണ്. സ്കൂളിന് വേണ്ടി കേരള സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള 1 കോടി രൂപയുടെ ഹൈടെക് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവും ബഹുമാന്യനായ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ ഓൺലൈൻ വഴി അന്ന് നിർവഹിക്കുന്നുണ്ട്. ബഹുമാന്യനായ TV ഇബ്രാഹിം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ MP-യുമായ ET മുഹമ്മദ് ബഷീർ സാഹിബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അന്നത്തെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക മുംതാസ് ടീച്ചർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അവർക്കുള്ള യാത്രയപ്പം അന്നത്തെ ചടങ്ങിൽ വെച്ച് നൽകുന്നുണ്ട്. കുട്ടികളുടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ, അതുപോലെ നേരത്തെ LSS ടാലൻ്റ് എക്സാം മത്സര പരീക്ഷകളിലൊക്കെ വിജയികളായിട്ടുള്ള കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം, അതേപോലെ പ്രമുഖ പിന്നണി ഗായകൻ അബ്ദുൽ ഹക്ക് തിരൂരങ്ങാടിയും ഷബ്ന അക്രമും ചേർന്ന് നടത്തുന്ന സംഗീത വിരുന്നും ഈ സ്കൂൾ വാർഷിക പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. പരിപാടിയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. ആക്കോട് എന്ന നാടിന് സന്തോഷിക്കാൻ വകയുള്ള ഒരു സന്ദർഭമാണിത്. കാരണം 2018 40ഓളം കുട്ടികളുള്ള ഈ സ്കൂൾ അൺഎക്കോണമിക്കായിട്ട് എടുത്തുകളയൽ ഭീഷണിയിൽപ്പെട്ട ഒരു സ്കൂളായിരുന്നു. പക്ഷേ അതിനുശേഷം അവിടുത്തെ അധ്യാപകരും PTA കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ഈ സ്കൂളിൻ്റെ എല്ലാവിധ വികസനത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ പരിണിതി ഫലമായിട്ട് ആ 2018 ശേഷം LSS എന്നുള്ള എക്സാമിൻ്റെ വിജയികൾ ധാരാളം ഉണ്ടായി. അതിനുശേഷം കായികമേളയിൽ സബ് ജില്ലയിലൊക്കെ നമ്മുടെ സ്കൂള് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. ഈ LKG UKG പുതിയ കിൻഡർ ഗാർഡൻ KG ക്ലാസ്സുകൾ ആരംഭിച്ചു. ബസ് നമുക്ക് ബഹുമാനപ്പെട്ട MLA TV ഇബ്രാഹിം നമുക്ക് നൽകി. അതുപോലെ നല്ലൊരു റോഡ് വന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മികച്ച വിദ്യാലയമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് 122ാം വാർഷികാഘോഷം നടക്കാൻ പോകുന്നത്. എൻ്റെ 35-36 വർഷത്തെ സർവീസിൽ നിന്ന് ഞാൻ വിരമിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി വിരമിക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. പൊതുവിദ്യാലയങ്ങളുടെ പ്രസക്തി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഒരു ഹൈടെക് ക്ലാസ് മുറികളോട് കൂടിയ ഒരു വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് തന്നെ പടിയിറങ്ങാൻ കഴിഞ്ഞതിൽ ഞാനേറെ സന്തോഷിക്കുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും. TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിക്കും. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK നൌഷാദ് ഉൾപ്പെടെയുള്ള ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, ഉദ്യോഗസ്ഥ പ്രമുഖരും സംബന്ധിക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക മുംതാസ് ടീച്ചർക്കുള്ള യാത്രയപ്പും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പ്രമുഖ ഗായകരായ KT ഹക്ക്, ഷബ്ന അക്രം തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന സംഗീത വിരുന്നും ഉണ്ടായിരിക്കുന്നതാണ്. 1903 ഏകാധ്യാപക വിദ്യാലയമായി ആക്കോടങ്ങാടിയിൽ ഈ സ്കൂൾ ആരംഭിക്കുന്നത്. എല്ലാവർക്കും മുന്നേ തുടങ്ങി പിന്നീട് എല്ലാവർക്കും പിറകിലായ ഗതികേടാണ് ഈ വിദ്യാലയത്തിനുണ്ടായത്. വാഴക്കാട് പഞ്ചായത്തിലെ ഈ പ്രഥമ വിദ്യാലയം സ്വാതന്ത്ര്യത്തിനു മുൻപ് തന്നെ ആക്കോട് നിന്നും വാഴക്കാട് അങ്ങാടിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായി.
വീണ്ടും 1955 ആക്കോടങ്ങാടിയിലെ വാടക കെട്ടിടത്തിൽ LP സ്കൂളായി പ്രവർത്തനം തുടങ്ങിയതാണ്. 1998 അങ്ങാടിക്ക് സമീപമുള്ള കുന്നിൻ മുകളിൽ 30 സെന്റ് ഭൂമി വാങ്ങി സ്വന്തം കെട്ടിടത്തിലേക്ക് സ്കൂൾ മാറിയത്. സ്കൂളിലേക്ക് റോഡ് നിർമ്മിക്കാനുള്ള PTA പരിശ്രമം 2018 വിജയം കാണുന്നത്. TV ഇബ്രാഹിം MLA സ്കൂൾ റോഡിന് ഫണ്ട് അനുവദിക്കുകയും ബസ് നൽകുകയും ചെയ്തതോടെ കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു. സ്കൂളിൻ്റെ പുരോഗതിക്ക് കൃത്യമായ ആസൂത്രണത്തോടെ പദ്ധതികൾ നടപ്പിലാക്കി. 2020 LKG UKG ക്ലാസുകൾ ആരംഭിക്കുകയും ചുരുങ്ങിയ കാലം കൊണ്ട് സമീപ പ്രദേശത്തെ 1ാം നിര പ്രീ പ്രൈമറിയാവുകയും ചെയ്തു. ഡിജിറ്റൽ ക്ലാസ് മുറികൾ, ഇംഗ്ലീഷ് മീഡിയം, മത്സര പരീക്ഷകളിൽ മികച്ച വിജയങ്ങൾ, കലാകായിക മികവ് തുടങ്ങി വിപ്ലവകരമായ മുന്നേറ്റമാണ് സ്കൂളിനുണ്ടാവുന്നത്. PTA അംഗം കൂടിയായ ഏറിയാട്ട് കമ്മുണ്ണി നൽകിയ സ്കൂളിനോട് ചേർന്നുള്ള 10 സെന്റ് ഭൂമിയിലാണ് കേരള സർക്കാർ പ്ലാൻ ഫണ്ടായ 1 കോടി രൂപയുടെ ഹൈടെക് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾക്കുള്ള ഫണ്ട് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തും അനുവദിച്ചിട്ടുണ്ട്. പുതിയ പാലക്കാട്-കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ സ്കൂളിനോട് ചേർന്നാണ് കടന്നു പോകുന്നത്. PTA അഭ്യർത്ഥന മാനിച്ച് ഡെപ്യൂട്ടി കലക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത സംഘം സ്കൂൾ സന്ദർശിക്കുകയും സ്കൂളിലേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സർവീസ് റോഡ് ആക്സസ് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളോടെ കാലത്തിനു മുന്നിൽ സഞ്ചരിക്കാൻ സജ്ജമായ പൊതുവിദ്യാലയമായി ആക്കോട് സ്കൂൾ മാറിയതിൽ സന്തോഷമുണ്ടെന്ന് PTA പ്രസിഡന്റ് CK ഷാക്കിർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹെഡ്മിസ്ട്രസ് MK മുംതാസ്, സ്റ്റാഫ് സെക്രട്ടറി VP സദറുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് അൻവർ കക്കുയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് 10 എടവണ്ണപ്പാറ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.